അധ്യാപകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈരാറ്റുപേട്ട കാരക്കാട് യു.പി. സ്കൂളിലെ അധ്യാപകൻ സന്തോഷിന്റെ മർദ്ദനത്തിലാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതെന്ന് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥി ഈരാറ്റുപേട്ട PMC ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് സംഭവം. പരീക്ഷ നടക്കുന്നതിനാൽ ചോദ്യപേപ്പറിലെ സംശയം ചോദിച്ചപ്പോഴാണ് അധ്യാപകൻ ശക്തമായി കൈകൊണ്ട് ചുമലിൽ ഇടിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കുട്ടിയുടെ തോളലിനാണ് പരിക്ക്. പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അധ്യാപകനെതിരെ കേസെടുത്തു. ഞാൻ ക്ലാസ്സിൽ ചെയ്യുവാനായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ സാറ് ക്വസ്റ്റ്യൻ വായിച്ചു തന്നായിരുന്നു. അപ്പൊ ഞാൻ സാറ് ഇത് ഒന്നും കൂടെ വായിച്ചു തരാമെന്ന് ചോദിച്ചപ്പോ സാറ് ഇവിടെ ഇടി പിടിച്ച് ഇവിടെ പിച്ചുകയും ചെയ്ത്. പിന്നെ അടുത്തിരുന്ന ചേർക്ക് എന്നെ ചോദിച്ചു സാറെന്താ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞ് എനിക്കെന്താന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ് എനിക്ക് സങ്കടം ആയിക്കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ് കൂടെ ഒന്ന് കരയാൻ പറഞ്ഞു. കൊച്ചിന് രാവിലെയും വൈകിട്ടും എക്സാം ഉണ്ടായിരുന്നു. ഇതെല്ലാം പോരാത്തതിന് കൊച്ചിന് ഇവിടെ സുഖമില്ലായിരുന്നു. സാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാ. എല്ലാം കുറെ ആബ്സെന്റും ഒക്കെ ആയതായി 5ാം ക്ലാസ്സിൽ കയറിയ പിന്നെ എക്സാമിന്റെ സമയത്ത് കൊച്ചൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് കൊച്ചു ചോദിച്ച്. കൊച്ചിന് പിന്നെ ബാക്കി എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാ ഇടിച്ചത് കൊച്ച് ആകാം ഇവിടെ തോളിൻ്റെ അവിടെ ഒടിഞ്ഞു പോയി ഉമ്മീ എന്ന് പറഞ്ഞാണ്ടാ കയറി വന്നത്. അടുത്തിരിക്കുന്ന കൊച്ചു ചോദിച്ചു എന്നാ പറ്റിയെന്ന്. എന്താ സാറേ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു നിനക്കെന്താ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എനിക്ക് സങ്കടം വന്നിട്ടാ എന്ന് പറഞ്ഞു. ആകെ വിഷമമായിപ്പോയി കൂടെ ഇരുന്ന കൂട്ടുകാരനെനിക്ക്. അപ്പോൾ സാറ് പറഞ്ഞു എന്നാ നീ കൂടെ പോയിരുന്ന് കരയെന്ന് പറഞ്ഞു. കൊച്ചു പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും സാറേ എന്ന് പറഞ്ഞു. എന്നാ നിന്നെ മാനേജറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു പിന്നെയും ഭീഷണി പറഞ്ഞു സാറ്. ഇത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കരച്ചിലും വിഴിച്ചിലായി. പിന്നെ വേദന വന്ന് സാറിനെ വന്ന് സ്കൂളിൽ വിളിച്ചു. അപ്പോൾ സാറ് ഫോൺ എടുത്തില്ല. പിന്നെ മാനേജറിനെ വിളിച്ചു. മാനേജർ പറഞ്ഞു പിന്നെ നാളെ നമുക്ക് എന്താണ് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു. കൊച്ചുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരുമായിരുന്നു ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു പിന്നീട് സാറ് വിളിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, കേസിൽ നിന്ന് ഒഴിവാക്കാം, അവിടെ ആക്കി തരണമെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് വന്ന് മൊഴിയൊക്കെ എടുത്ത് അത് അടിയല്ലല്ലോ, ഇത് ഒരുമാതിരി ഗുണ്ടായിസമല്ലേ അവിടെ കാണിച്ചത്. ഇത്രയും ഇല്ലാത്ത പിള്ളേരുടെ ഉണ്ട്. നാളെ നമ്മൾ എങ്ങനെ നമ്മുടെ പിള്ളേരെ ഇവരുടെ മുമ്പിൽ അയക്കും? എന്ത് വിശ്വാസത്തോടെ അയക്കും? ആകെ കൊച്ചിന് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ടെൻഷൻ, ഇന്നലെ പലതവണ വേദനയും ഞെട്ടി എണ്ണീരായിരുന്നു. മൊത്തത്തിൽ ആകെ വിഷമഘട്ടത്തിലോട്ടാക്കി. കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്നലെ വന്ന് മൊഴിയെടുത്ത് എല്ലാം. ഇത്രയും ഡോക്ടർ പറഞ്ഞ ഒരു കമ്പിപ്പാരക്ക് എങ്ങനെ അടിക്കുന്നോ അത്രയും ഉള്ള ഒരു ഫ്രാക്ചറാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. കൊച്ചിൻ്റെ വിഷമം ഇനി എത്ര ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു, മദർസയാണേലും സ്കൂളിലാണേലും. അത് സാറിനറിയാം, കൊച്ചിന് ഇടയ്ക്കുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. എന്നിട്ടും ആ സാറ് ഈ പ്രവൃത്തി ചെയ്തു വെച്ചത്.